മാസപ്പടി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടത്തുന്നതിൽ കേന്ദ്രം നിലപാട് അറിയിക്കാത്തതിൽ കോടതിക്ക് അതൃപ്തി. വിശദീകരണം നൽകാൻ 2 ആഴ്ച സമയം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടു. കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും SFIO അന്വേഷണം തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. ഷംന അശോക് വിവരങ്ങളുമായി. ഷംന, കോടതി ഇക്കാര്യത്തിൽ അസാധാരണമായ സമയം നീട്ടലെടുക്കുന്നുണ്ടോ കേന്ദ്രം? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലപാട് അറിയിക്കാൻ കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അതിലൊരു ഇടക്കാല ഉത്തരവായി പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഉത്തരവ് പുറപ്പെടുവിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷവും അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തുന്നില്ല. ഇനി ഈ കാര്യത്തിൽ ഒരു മറുപടി നൽകാൻ 2 ആഴ്ച കൂടി സമയം നൽകണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ കൗൺസിൽ ഇന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിഷയത്തിലാണ് ഹൈക്കോടതി ഇന്ന് അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നിങ്ങളുടെ മറുപടിയിൽ സംതൃപ്തി തോന്നുന്നില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ കമ്പനികാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമാനമായ അന്വേഷണം നടത്തുന്നതിൽ ഒരു തെറ്റും നിയമ തടസ്സവും ഇല്ല എന്നുള്ളതാണ് കോടതി ഇന്ന് വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ മറുപടിക്കായി ഈ കേസ് പിന്നീട് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഷോൺ ജോർജ് നൽകിയ ഉപഹർജി കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കന് 77 ലക്ഷം രൂപ കടം നൽകിയതിൽ കൂടി അന്വേഷണം വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും SFIO ഇൻവെസ്റ്റിഗേഷൻ തന്നെ ഈ കേസിൽ വേണം എന്നുള്ള കാര്യം ഹർജിക്കാരൻ ഉറച്ചു നിന്നിരുന്നു. ഏതായാലും കേസ് ഇനി 2 ആഴ്ച, അതായത് ഫെബ്രുവരിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഫെബ്രുവരി 12-നാണ് കേസിന് പരിഗണിക്കുക. അന്നേ ദിവസം കേന്ദ്രത്തിന്റെ മറുപടി ആശ്രയിച്ചിരിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ നടത്തുന്ന ഈ അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ കൂടി കേന്ദ്രം സമർപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിഷാദ്.